അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്ക് സുഖമല്ല? അതുപോലെ തന്നെ എനക്ക് സുഖം തന്നെ. ഇന്ന് ഞാൻ മക്രോണി ആക്കുന്നു നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അപ്പത്തെ കുറേ ആയില്ല അപ്പം തിന്നുന്നത്. ഒന്ന് മക്രോണി ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മക്രോണി ആക്കുന്നു. വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ട്. നല്ലോണം തള വരട്ടി എന്നിട്ട് വേണം നമുക്ക് മക്രോണി ഇടാൻ വേണ്ടിയിട്ട്. മക്രോണി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ തിളക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉപ്പ് ഇടുന്നുണ്ട്. ഒരു സ്പൂണ് ഉപ്പിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നു. ഓരോന്നോരോന്ന് ഭാഷ അതിന് പണി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് മസാല ആക്കാം. ഇത് പൊരിച്ച് കോരി വെച്ചിട്ടേക്ക് പൊരിയിട്ട് ഈ തള വന്ന് അതിലേക്ക് ഞാനിതാ മക്രോണി ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് തിളച്ച് വേവട്ട്. ഇത് നമുക്ക് ഊറ്റിയിടാം. അടച്ചു വെക്കാം. മക്രോണി ഇപ്പുറത്തൊന്ന് തിളക്കുന്നുണ്ട്. ഇതാ ചിക്കൻ നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. ഞാനിതാ മറച്ചിടുന്നു. മറച്ചിട്ട് നല്ല ഇതൊന്ന് പൊരിഞ്ഞെടുക്കണം. ഇതാ ഇത് തിളക്കുന്നുണ്ട്. നന്നായി തിളച്ചൊന്ന് വേവട്ടെ. നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് മസാല ആക്കാം. അപ്പം എളുപ്പ കാര്യമായില്ലേ? അങ്ങനെ ഇതിലേക്ക് തന്നെ ഇത് ഞാൻ 6 ഉള്ളി ചെറുതായി മുറിച്ചത് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് വാടട്ടെ. കുറച്ച് ഉപ്പിടുന്നുണ്ട്. നന്നായി ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. അപ്പം വേഗം വാടുമല്ല. ഇത് നമുക്ക് അടച്ച് വെക്കാം. ഇത് ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയതാണ്. പച്ചമുളക് ഇതാ ചെറുതായി നുറുക്കിയത്. നന്നായി പച്ച മണോലം പോട്ട് നല്ലോണം ഒന്ന് ഇത് വാടട്ട്. പച്ച ചോയെല്ലാം ഒന്ന് പോട്ട്. ഞാനത് 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് വാടട്ട്. നല്ല ഇതിൽ ഗോൾഡൻ കളറായിട്ട് വരണം. നല്ല രസം ഉണ്ടാവും മക്രോണി തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക്. ഇത് നമുക്ക് അടച്ച് വെക്കാം. അതുപോലെ വാടട്ട്. മക്രോണി നന്നായി വെന്ത് ഇനി നമുക്കിത് ഊറ്റി വെക്കാം. മസാല ഇടുക നന്നായി റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതാ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ. അങ്ങനെ എല്ലാം ഒന്നിച്ച് ഞാനിതാ ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ല പച്ച ചോയലും പൊടിൻ്റെ ചോയ പോകും. മസാല നല്ല ഇതായാലും നമുക്ക് മക്രോണി നല്ല രസം ഉണ്ടാവും തിന്നാൻ വേണ്ടിയിട്ട്. ചിക്കൻ പൊരിച്ചിട്ട് ഇട്ടിട്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവും. മസാല നല്ല ഇതാവണം. ഇപ്പം തന്നെ നല്ല മണം വെക്കുന്നുണ്ട്. ഞാനിതാ ചിക്കൻ നന്നായി തൊല്ലി എടുത്തിട്ട് ഇതിലേക്ക് ചൊരിയുന്നുണ്ട്. നന്നായി നമുക്കിത് ഇളക്കാം. മസാല എല്ലാം ചിക്കനിൽ പിടിച്ചിട്ടാകുമ്പോൾ നല്ല രസമുണ്ടാവും തിന്നാൻ. ഇതിലേക്ക് ഇതാ മക്രോണി ഊറ്റി വെച്ചിട്ടുണ്ടായിന്. അത് ഇതിലേക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. നന്നായി ഇത് നമുക്ക് ഇളക്കണം. നന്നായി നമുക്കിത് ഇളക്കാം.
വലിയ ചീനച്ചട്ടിയായിട്ട് നല്ല ഇതിൽ ഇളക്കാൻ പറ്റും. അങ്ങനെ നന്നായി നമ്മുടെ മക്രോണി ഇടാൻ റെഡിയായി. ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പും നമുക്കിത് അടച്ച് വെക്കാം. ഞാൻ മക്രോണി കഴിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ഇന്ന് മൂർച്ചയില്ല, പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ ഇതുവരെ നമുക്ക് മീറ്റിംഗ് ആയിട്ടുണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, പിന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരെ. അസ്സലാമു അലൈക്കും.